അതിൻ്റെ ഒബ്സർവേഷൻ ടേബിൾ ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ തിയറി നമ്മൾ ലിൻവീസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കി പഠിക്കുക. എന്താണോ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. പിന്നെ റെക്കോർഡ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റേ അസൈൻമെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അസൈൻമെൻറ്റ് 1 or 2 ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ സബ്മിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ വൈവ പെട്ടെന്ന് തീർക്കണം, കാരണം ഈ മാസത്തോടെ നമ്മുടെ ഈ സെമസ്റ്റർ തീരും. സോ അതിന് മുമ്പ് വൈവ തീർക്കണം. സോ വൈവ അവർ കിട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ചെയ്തോ എങ്ങനെയെങ്കിലും വൈവ തീർക്കണം. സോ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ 1, 2, 3 മൊഡ്യൂൾസ് എല്ലാവരും 10ന് ശേഷമുള്ള എല്ലാ നമ്പേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലെയിനായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അതായത് ബേസിക് സിലബസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം വരുവാണെങ്കിൽ എൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്താൽ മതി. So we discussed about the fundamentals of vector calculus and then we moved on to equation of continuity. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വെക്ടർ കാൽക്കുലസിൻ്റെ ബേസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. വി ഡിസ്കസ്ഡ് വാട്ട് ഈസ് ബെൽ ഓപ്പറേറ്റർ, വാട്ട് യു മീൻ ബൈ ഡൈവേർജൻസ്, വാട്ട് യു മീൻ ബൈ കേൾ ഓഫ് എ വെക്ടർ, ആൻഡ് ദെൻ we deal with integrals, especially line integral, surface integral and volume integral. And how can we relate these three integrals? How can we relate line integral and surface integral? It is given by Stokes theorem. The line integralനെയും surface integralനെയും എങ്ങനെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റും, അതെന്ത് സ്റ്റോക്സ് തിയറം ആണ്. Next one is Gauss's divergence theorem. It tells us how to relate the surface integral and volume integral. Surface integralനെ വോളിയം ഇന്റഗ്രലിനെ എങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റും. സോ ആ ഫണ്ടമെന്റൽസ് ഓഫ് വെക്ടർ കാൽക്കുലസ് ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം നമ്മളെന്താ ഡിസ്കസ് ചെയ്തത്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. So the basic concept of equation of continuity is that the total charge is conserved in a volume. നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലെ ടോട്ടൽ ചാർജ് കൺസർവ്ഡ് ആയിരിക്കും. Or the total charge in a system should not change. Or for deriving equation of continuity we taking that we consider an imaginary volume. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമാജിനറി വോളിയം കൺസിഡർ ചെയ്യുന്നു. Now the total current flowing out of a volume, ആ വോളിയത്തിന് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് will be equal to rate of decrease of charge within the volume. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് is the flow of charge, or current I can be defined as minus dq by dt. Now ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ഡെറിവേഷൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. This I can be related to J. What is J? J is the current density. J is the current density. This current I can be related to J as surface integral J dot ds. That means if we have a surface S, നമുക്കൊരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. If this is the current vector, ഇതാണ് current vector എങ്കിൽ what is J? J is the amount of current passing through unit surface area. ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെയാണ് എന്ത് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. And what is the total current flowing through this current? It will be given by the surface integral J dot ds. And our in our this expression current is given by minus dq by dt, where q is the amount of charge, and this charge can be related to charge density by integral volume integral rho dv. അതായത് ഈ ടോട്ടൽ ചാർജ് നമ്മൾ എടുക്കുന്ന ഇമാജിനറി വോളിയത്തിനുള്ളിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഇൻ ദാറ്റ് വോളിയം, ഇറ്റ് ഈസ് ഗിവൺ ബൈ വോളിയം ഇന്റഗ്രൽ റോ ഡി വി. അല്ലെങ്കിൽ എന്താണ്, വാട്ട് ഈസ് റോ? റോ ഈസ് ദ ചാർജ് ഡെൻസിറ്റി, ഓർ റോ ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് പ്രസന്റ് ഇൻ യൂണിറ്റ് വോളിയം. നമ്മളെടുക്കുന്ന വോളിയത്തിന്റെ ചാർജ്, നമ്മളെടുക്കുന്ന ഒരു ഇമാജിനറി വോളിയത്തിന്റെ ഉള്ളിൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് പ്രസന്റ് ഇൻ ദി യൂണിറ്റ് വോളിയം. സോ we can relate. So total volume, total charge കാണണമെങ്കിൽ എന്ത് ചെയ്യാം, just integrate it. So our equation I equal to minus dq by dt can be replaced by surface integral j dot ds. iq വരെ നമ്മൾ surface integral j dot ds സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കൂടാതെ എന്ത് ചെയ്തു, q ന് പകരം rho dv, integral rho dv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So our equation becomes surface integral j dot ds equal to minus of volume integral dou rho by dou t dv. Now here in the left hand side we have a surface integral, and here right hand side we have some terms in the volume integral. So we have to convert one of these. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. So we are converting this surface integral here into volume integral using Gauss's theorem. നമുക്ക് എന്ത് ചെയ്യാം,
ഈ സർഫസ് ഇൻ്റഗ്രൽ എന്ത് ചെയ്യാം, വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഹൗ വി കൺവേർട്ട് എ സർഫസ് ഇൻ്റഗ്രൽ ഇൻറ്റു വോളിയം ഇൻ്റഗ്രൽ? We already studied in fundamentals of vector calculus, Gauss's divergence theorem. It says that the surface integral of a vector over a surface, the surface integral of a vector over a surface, it is given by the divergence or the volume integral of divergence of same vector by the volume. That means if a volume is enclosed by a surface S, then the surface integral of a vector can be represented by the volume integral, or specifically speaking, the divergence of volume integral. So surface integral J dot ds equal to volume integral del dot J dv. Now substitute this expression back to our original equation, or equation 1. So it is given as volume integral del dot J dv is equal to minus dou rho by dou t dv. So here we have terms in left and right hand side, some same expression. അതായത് നമുക്കിവിടെ രണ്ട് സൈഡിലും വോളിയം ഇൻ്റഗ്രൽ ആണ്, കൂടാതെ elementary volume dv is same in both sides. So if this equation is true, or if this equation holds, then we can say some term x dv equal to some term minus of y dv, or x equal to x should be equal to minus y, or this, if this equation is true, then del dot j should be equal to minus dou rho by dou t, or del dot j plus, take this minus dou rho by dou t into left hand side, so that becomes del dot j plus dou rho by dou t equal to 0, and this is the equation of continuity. The expression നമ്മൾ പറയുന്ന പേരാണ് equation of continuity. So this is the mathematical derivation of equation of continuity. So equation of continuity നമ്മൾ derive ചെയ്യാൻ എങ്ങനെയാണ് തുടങ്ങിയത്? So initially the main concept is that what is current? Current എന്ന് പറഞ്ഞാൽ എന്താണ്? Current is the flow of charge, or if a current is flowing out of a volume, that means there is a change in the amount of charge inside a volume. That is the basic concept. That means basic concept is charge conservation. അതായത് ഒരു വോളിയത്തിനുള്ളിലെ ചാർജിന്റെ എമൗണ്ടിൽ ഒരു വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് എ കറണ്ട് ഈസ് ഫ്ലോയിങ്. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്. ആൻഡ് യൂസിങ് സം rearrangements using vector calculus, we reached the final equation del dot j equal to minus dou rho by dou t. This is the equation of continuity. What is the physical significance or the physical meaning of this equation? ഈ ഇക്വേഷന്റെ physical meaning എന്താണ്? ഈ ഇക്വേഷൻ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? That means നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, we take an imaginary volume V which is enclosed by a surface S. Then equation of continuity tells us that if the charge density inside this volume is varying by time, or if charge is flowing out of this surface, or the amount of charge inside this volume is changing, that means some current is flowing out of surface. ഒന്നും കൂടി പറയാം, മനസ്സിലാകുന്നില്ല, ഒന്നുകൂടി പറയാം. If the amount of if charge density is decreasing inside this volume, in our imaginary volume, if the amount of charge is decreasing, that means some current is flowing out of this volume. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയത്തിനുള്ളിലെ ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ചാർജിന് കുറവ് വരുന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എനി വേരിയേഷൻ, ദാറ്റ് മീൻസ് സം കറണ്ട് ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് വോളിയം. എന്ത് പറ്റുന്നു? കറണ്ട് പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇനി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെൻ റിലേറ്റിംഗ് ടു ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, അല്ല കേട്ടിട്ടുണ്ടാവും. സോ നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾ ഒരു ബക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചൊഴിച്ച് നോക്കുന്നു. യു കംപ്ലീറ്റ്ലി ഫിൽ ദാറ്റ് വെസൽ. നിങ്ങളുടെ ബക്കറ്റിൽ വെള്ളം കംപ്ലീറ്റ്ലി നിങ്ങൾ നിറച്ച് വെക്കുന്നു. നിങ്ങളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പം ഈ ബക്കറ്റിൽ അര ബക്കറ്റ് വെള്ളമുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ബക്കറ്റ് വെള്ളത്തിന്റെ എമൗണ്ടിൽ ചേഞ്ച് വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകി പോയിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ വെള്ളത്തിന്റെ എമൗണ്ടിൽ ചേഞ്ച് വരുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. If the amount of charge inside a imaginary volume changes, that means a current is flowing out of surface. അതായത് നമ്മൾ എടുക്കുന്ന ഒരു ഇമാജിനറി വോളിയത്തിനുള്ളിലെ ചാർജിന്റെ എമൗണ്ടിൽ വേരിയേഷൻ വരുന്നു. ടൈം മാറുമ്പം അതിൽ വേരിയേഷൻ വരുന്നു. കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചാർജ് പുറത്തേക്ക് ഫ്ലോ ചെയ്തിട്ട് പോയിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ചാർജ് ഈസ് ഫ്ലോൺ ഔട്ട് സൈഡ്? ദാറ്റ് മീൻസ് കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഫ്ലോ. സോ ദിസ് ഈസ് ദ physical significance of equation of continuity. So
നമുക്കിത് ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാവും. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Now we are moving to our important topic, Maxwell's equation. നമ്മൾ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഓക്കെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിക്കോസ് ഇത് വൺ ഓഫ് ദി മാക്സ്വെൽസ് ഇക്വേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വൺ ഓഫ് ദി സിമ്പിൾ ടോപ്പിക്സ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അല്ലേ, അതിനുള്ളിൽ മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ പഠിച്ചു, ഡെറിവേഷൻ നിങ്ങൾ തന്നെ പഠിക്കണം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഡിഫൈൻ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സോ ആർക്കും ഡൗട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. Now we are going to derive the Maxwell's first equation. We know Maxwell have 4 equation. നമുക്ക് മാക്സ്വെല്ലിന്റെ പേര് 4 ഇക്വേഷൻ ഉണ്ട്. നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്ന മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ വാക്വം, or how the electric field and magnetic field varies in vacuum. എങ്ങനെ വാക്വത്തിൽ വേരി ചെയ്യുന്നത്, or what happens when electric field varies with time. If we have very ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ചേഞ്ച് initially Maxwell's first equation. So Maxwell's first equation is just another mathematical representation of Gauss's law in electrostatics. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാകും Gauss's law in electrostatics. അല്ലാതെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ Gauss's law in electrostaticsന്റെ മറ്റൊരു എക്സ്പ്രഷൻ ആണ്. What is Gauss's law in electrostatics? Gauss's law in electrostatics says that surface integral of E dot ds equal to q by epsilon 0, or the electric flux enclosed by a surface. If we take an imaginary surface S, which is if I take an imaginary volume V, which is enclosed by a surface S, then Gauss's law in electrostatics says that the electric flux, the total electric flux enclosed by a surface is given by q by epsilon 0. അതാണ് Gauss's law in electrostatics പറയുന്നത്. Now we can represent this q as in the terms of charge density rho. If rho is the charge density inside this volume V, then the total charge inside this volume can be represented as volume integral rho dV. അതായത് റോ ആണ് ചാർജ് ഡെൻസിറ്റി. റോ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഇൻ യൂണിറ്റ് വോളിയം. ദെൻ ടേക്ക് എ ഇൻഫിനിറ്റ് ml വോളിയം എലമെന്റ് dV. വാട്ട് ഈസ് ദ amount of charge in this volume dV. dV എന്ന് പറയുന്ന വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ടാവും? It is given by rho dV. And what is the total charge inside this volume? Total charge is given by Q equal to volume integral rho dV. എന്ത് ചെയ്യാം? ഓരോ dV എന്ന് പറയുന്ന എലമെന്റൽ വോളിയത്തിലും ഉള്ള ചാർജിന്റെ സമ്മേഷൻ or integration. So Q can be represented as Q is equal to volume integral rho dV. Now, so we can replace the Q in Gauss's law in electrostatics by this integral rho dV. എന്താണ് Gauss's law in electrostatics എന്താണ്? സർഫസ് ഇന്റഗ്രൽ E dot ds equal to Q by epsilon 0. നമുക്ക് Qനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? We can replace Q in the terms of charge density rho. So our surface integral E dot ds equal to Q by epsilon 0 എന്തായി? It becomes 1 by epsilon 0 into volume integral of rho dV. Or cross multiplying this epsilon 0 to left hand side, our equation becomes surface integral epsilon 0 E dot ds equal to volume integral rho dV. Now we can call this epsilon 0, ഇപ്പോൾ ഒരു ടേം വന്നതാണ് epsilon 0 E. epsilon 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയായിരിക്കും? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും എന്നൊരു ഇതിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നൗ വി ക്യാൻ കോൾ ദിസ് epsilon 0 E ആസ് D. ഈ epsilon 0 E എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് D, and which is electric displacement vector.
we can call D is equal to epsilon 0 E. Since E, electric field is a vector or electric flux density is a vector, this electric displacement vector should also have some direction. So we can എന്ത് പറ്റി നമ്മൾ ഒന്നും ചെയ്തില്ല, ഈ അപ്സിലോൺ സീറോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് അപ്സിലോൺ സീറോ ഇ എന്ന് വന്നു. ഈ അപ്സിലോൺ സീറോ ഇ എന്നതിനെ ഒന്നിച്ച് എന്ത് വിളിക്കാം, ജസ്റ്റ് കോൾ ഇറ്റ് ആസ് ഡി, and we can call d as electric displacement vector. So our equation becomes surface integral d dot ds equal to volume integral rho dv. Now we can convert this surface integral, ഇവിടെ നമുക്ക് സർഫസ് ഇൻ്റഗ്രലും ഇവിടെ വോളിയം ഇൻ്റഗ്രലുമാണ് ഉള്ളത്. So we can convert this surface integral into volume integral using Gauss's divergence theorem. സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കുകയാണെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നത്? From the fundamentals of vector calculus we know that from using Gauss's divergence theorem, surface integral of a vector A can be represented as the volume integral of divergence of same vector A. If A is an arbitrary vector, then surface integral along the surface can be represented as the volume integral of divergence A. If D is our vector, the surface integral can be converted into volume integral using Gauss's divergence theorem as surface integral del dot ds equal to volume integral divergence of D dv. So ഈ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് പറയുന്ന എക്സ്പ്രഷനെ നമുക്ക് എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് വിത്ത് ഡൈവേർജൻസ് ഓഫ് ഡി ഡി വി. അല്ലെങ്കിൽ ഫ്രം in equation 3 we have surface integral d dot ds equal to volume integral rho dv എന്നുണ്ട്. ഇതിലെ ഈ ടേമിനുണ്ടല്ലോ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ടേമിന് നമുക്ക് എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? നമ്മൾ ഗോസസ് തിയറം ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്ത് അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ our equation becomes volume integral of divergence of d dot dv is equal to volume integral of rho dv. നമുക്ക് ഉണ്ടായിരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ്, അതാണ് ഇക്വേഷൻ 3, ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് റോ ഡി വി. സോ സർഫസ് ഇൻ്റഗ്രലിനെ നമ്മൾ എന്ത് ചെയ്തു? വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്തു. നൗ അവർ ഇക്വേഷൻ ബിക്കം വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് ഡി ഡോട്ട് ഡി വി ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഓഫ് റോ ഡി വി. ഓർ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും വോളിയം ഇൻ്റഗ്രേഷൻ ആണ്, ഇറ്റ് ഈസ് ദ സെയിം ഇൻ്റഗ്രേഷൻ. സോ വി ക്യാൻ take this integration sign common. So our equation becomes volume integral divergence of d dot dv. Before that, take this expression into this side. So minus volume integral rho dv equal to 0. Or taking the integration as common operation means volume integral of divergence of d minus rho dv equal to 0. So this equation to be true, ഈ equation ശരിയാവണമെങ്കിൽ if this equation holds, then we can say divergence d minus rho equal to 0. ഈ equation ശരിയാവണമെങ്കിൽ ആകെയുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് ഈ ടേം 0 ആണ്. ബിക്കോസ് ദിസ് dv cannot be 0 because it is the imaginary volume, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വോളിയം ആണ്. അത് 0 ആണെങ്കിൽ അതിന് യാതൊരു മീനിങ്ങും ഇല്ല. സോ if this equation is true, then this divergent d minus rho should be equal to 0. Or this divergent d should be equal to rho. That means del dot d equal to rho. Or the terms we are familiar with, del dot e. ഈ ഡിക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം? del dot epsilon 0 e equal to rho. ഡിക്ക് വരും epsilon 0 e. നമുക്കറിയാം what d is a displacement vector. It can be related to electric field vector as epsilon 0 e. So അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റി? del dot e equal to rho by epsilon 0. This is the Maxwell's first equation. ഇതാണ് മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ഇക്വേഷൻ. What is the physical meaning of this equation? ഈ ഇക്വേഷന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? നമ്മൾ ഇതിന്റെ മാത്സ് ഡെറിവേഷൻ നടത്തി ഫ്രം യൂസിങ് Gauss's law in electric flux and some rearrangements using vector calculus. അതായത് എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഗോസസ് ലോ എഴുതി, അത് കഴിഞ്ഞ് വി റെപ്രസെന്റ് ടോട്ടൽ ചാർജ് ഇൻ ദ ടേംസ് ഓഫ് ചാർജ് ഡെൻസിറ്റി ആൻഡ് കൺവേർട്ടിംഗ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് electric field or replacing this electric field by an electric displacement vector, and using the Gauss's divergence theorem we derived Maxwell's first equation. It says that del dot E
equal to rho by epsilon 0. ഇതാണ് മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ഇക്വേഷന്റെ എക്സ്പ്രഷൻ. Okay, what is the physical meaning or the physical significance of this equation? Initially, I said that Maxwell's equation is just another mathematical representation of the Gauss's law in electric flux. So, Gauss's law in electric flux is surface integral E dot ds equal to 0. So, ഇതുവരെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. Then, what is the Maxwell's equation? Sorry, 0 അല്ല. The surface integral E dot ds equal to q by epsilon 0 or E dot del dot E equal to rho by epsilon 0. ഇതാണ് Gauss's law in electric flux. This is the Maxwell's first equation we have derived. So, the physical meaning or the physical significance of this two equations is same. That means consider an imaginary volume V. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു imaginary volume V consider ചെയ്യുന്നു. And closed by, it is enclosed by a surface S. That means it is a closed surface and the volume enclosed is V. Now, Gauss's law in electric flux says that the total flux enclosed by the surface is given by Q by epsilon 0. Or Maxwell's first law says that del dot D equal to rho by epsilon 0. Or what is the divergence? ഒരു വെക്ടറിന്റെ divergence എന്ന് പറഞ്ഞാൽ എന്താണ്? It is the total flux of that vector enclosing surface. That means if we considering an imaginary surface, what is the total flux of the vector enclosed by that surface? So this two equation has same meaning. So if we consider an imaginary volume V enclosed by surfaces, Maxwell's first equation says that the total flux enclosed by that surface. What is flux? Flux എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. That means if some electric field lines are passing towards this volume, ഈ സർഫസിന്റെ ഈ ഒരു വോളിയത്തിനുള്ളിലേക്ക് consider there is some X lines going inside that volume, and consider some Y lines, Y electric field lines are leaving this volume. Then what will be the total electric flux enclosed by this surface? It is given by X minus Y. Flux എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർഫസിൽ കൂടി പാസ് ചെയ്യുന്ന എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇഫ് വി കൺസിഡറിങ് ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ എക്സ് ലൈൻസ് ഉള്ളിലേക്ക് കയറുന്നുണ്ട്, വൈ ലൈൻസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ദെൻ നെറ്റ് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ് വിൽ ബി എക്സ് മൈനസ് വൈ. ഓക്കെ, Gauss's law in electrostatics or Maxwell's first equation says that this net flux x minus y or del dot E, electric field lines ആണ് ഉള്ളിലേക്ക് കയറുകയും പുറത്തേക്ക് ലീവ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നത്, it should be equal to, should have some positive value rho by epsilon 0. എന്താ പറയുന്നത്? ഈ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് അതിനൊരു പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും when a charge is present inside the volume. When there is an amount of charge is present inside the volume we are considering, then the net flux enclosed by the surface have some finite value. അതായത് ഉദാഹരണത്തിന് ഇതിനുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. If there is a charge inside this volume, then it will induce or it will produce some field lines. കുറച്ച് ഫീൽഡ് ലൈൻ പ്രൊഡ്യൂസ് ചെയ്യും, and it will go out of the volume. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി വോളിയത്തിന് പുറത്തേക്ക് പോകും. So there will be positive net flux or the net flux enclosed by the surface equal to 0. And if this rho equal to 0 or this q equal to 0, ഈ rho 0 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ q 0 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? If there is no q 0 ആവുന്ന അല്ലെങ്കിൽ rho 0 ആവുന്ന പറയുന്നതിന്റെ അർത്ഥം when charge is 0 or the amount of charge present inside the volume is 0, at that time our equation becomes del dot E equal to 0 or E dot ds equal to 0. That means the net flux enclosed by surface should be 0 at that time. If no charge is present inside the volume, if the amount of charge present inside the volume is 0, then the net flux enclosed by surface should be equal to 0. Or that means if X lines are entering into the imaginary volume we are considering, then that should be balanced by the number of lines leaving that volume. That means X should be Y. അതായത് എക്സ് ലൈൻസ് ഈ വോളിയത്തിനുള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എത്രയും തന്നെ ലൈൻസ് അതിന് പുറത്തേക്ക് പോകണം. വാട്ട് ഇസ് ദ കണ്ടീഷൻ? വെൻ ദർ ഇസ് നോ ചാർജസ് പ്രസന്റ് ഇൻസൈഡ് ദിസ് വോളിയം. ചാർജ് പ്രസന്റ് ആവുന്ന സമയത്ത് എന്താണ്? ഇഫ് ചാർജ് ഈസ് പ്രസന്റ്, ഇറ്റ് ഈസ് ദ ഒറിജിൻ, ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒറിജിൻ ആണ് ചാർജ്. അങ്ങനെ ചാർജ് പ്രസന്റ് ആണെങ്കിൽ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകും. സോ വി ഹാവ് എ ഫൈനൈറ്റ് വാല്യൂ ഫോർ ദി
flux. Okay, so charge is not present, there is no finite value for flux, or the electric flux enclosed by surface should be 0. So ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ മീനിങ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. Now we are moving to ഇപ്പോൾ നിങ്ങൾക്ക് മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ അതേ ഫിസിക്കൽ മീനിങ് ഉള്ള ഒരു ഇക്വേഷനാണ് മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ. Maxwell's second equation is derived from Gauss's law of magnetism. മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫ്ലക്സിൽ നിന്നാണ്. ബട്ട് മാക്സ്വെൽ സെക്കൻഡ് ലോ is derived from Gauss's law of magnetism and it has same physical meaning. നമ്മൾ Gauss's law in magnetism പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞ സെയിം ഫിസിക്കൽ മീനിങ് തന്നെയാണ് മാക്സ്വെല്ലിന്റെ സെക്കൻഡ് ഇക്വേഷൻ ഉള്ളത്. സോ Gauss's law in magnetism says that net magnetic flux enclosed by a surface should be 0. Consider an imaginary volume V then enclosed by a surface S. Gauss's law of magnetism says that net flux enclosed by 0 this volume should be 0. That means if X lines are entering into volume and Y lines are leaving this volume, then X should be Y, or this flux should be balanced, or the magnetic field lines entering into volume should be balanced by field lines leaving the volume. And using Gauss's divergence theorem, so our expression for Gauss's law of magnetism is surface integral B dot ds equal to 0. Using Gauss's divergence theorem, we can convert the surface integral into volume integral. Gauss's divergence theorem ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർഫസ് ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ ആക്കാൻ പറ്റും. That means surface integral B dot ds can be represented as volume integral of divergence of same vector. Here our vector is electric flux density B. So surface integral B dot ds equal to volume integral of divergence of B dV. That is given by the volume integral of divergence of B എന്ന് പറയുന്നത് del dot B dV equal to 0. And if this equation should be true, ഈ equation ശരിയാവണമെങ്കിൽ എന്താണ്? Then del dot B should be equal to 0. That is the Maxwell's second equation. ഇതാണ് Maxwell's second equation. So എന്തെളുപ്പമാണ് Maxwell's second equation derive ചെയ്യാൻ വേണ്ടി? ഒന്നുമില്ല, ആകെ അറിഞ്ഞിരിക്കേണ്ട കാര്യം we want to know what is the Gauss's law in magnetism അറിഞ്ഞിരിക്കണം. Gauss's law in magnetism is surface integral B dot ds equal to 0. Just convert this ഈ surface integral എന്ത് ചെയ്യാം? വോളിയം ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാം using Gauss's divergence theorem. So our surface integral will become volume integral del dot B dV equal to 0. ഈ equation ശരിയാവണമെങ്കിൽ if this equation is true, that means only possibility is this del dot should be 0. This is Maxwell's second equation. And what is the physical meaning of this equation? ഈ equationന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. If we have an imaginary volume V which is enclosed by surface S, then the magnetic flux enclosed by this surface should be 0, or B dot ds equal to 0, or in terms of Maxwell's second equation, del dot B equal to 0. That means the number of field lines entering into this volume should be balanced by number of field lines entering, number of field lines leaving this volume. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ if x number of നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കാര്യമാണ് പറയുന്നത് മാക്സ്വെല്ലിന്റെ സെക്കൻഡ് ഇക്വേഷന്റെ കേസിൽ. സോ ഇഫ് എക്സ് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആർ എന്ററിംഗ് ഇൻ ടു വോളിയം, then this x number of field lines, this same number of field lines should leave the volume. ഈ ഇത്രയും നമ്പർ തന്നെ ഈ വോളിയം ലീവ് ചെയ്ത് പോകണം. Or if the y is the number of field lines leaving this volume, then this x should be equal to 0, or this should be balanced. That means number of field lines entering into volume and leaving the volume should be balanced. Or what is flux? Or in the terms of flux എന്ന് പറയുന്നത് number of field lines ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്ത് ആ സർഫസിൽ കൂടി എത്രത്തോളം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. What is the amount of field lines passing through a surface? That is flux. So in terms of flux നമ്മൾ കുറച്ചും കൂടി സയന്റിഫിക് ടേംസിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ എക്സും വൈ ഒക്കെ വിടും. Talking in scientific terms, net flux enclosed by this surface S should be 0. Or it says that magnetic monopoles don't exist. ഉദാഹരണത്തിന് അതായത് നമ്മളിപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസിൽ എന്ത് പഠിച്ചു? ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസിൽ പഠിച്ചത് ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. അതായത് ഒരു ഇമാജിനറി വോളിയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് പ്രസന്റ് ആണെങ്കിൽ if an amount of charge is present inside the volume, then
the net flux enclosed by surface is positive. ഇതിനുള്ളിൽ ചാർജ് പ്രസന്റ് ആണെങ്കിൽ എന്താണ് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ടോട്ടൽ നെറ്റ് ഫ്ലക്സ് എന്താണ് ഇറ്റ് ഷുഡ് ബി സം ഫൈനൈറ്റ് വാല്യൂ. അതിന് കാരണം എന്താണ് ചാർജ് പ്രസന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യും ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരുപാട് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് പോകും. സോ ദാറ്റ് ഇസ് ബിക്കോസ് ഇലക്ട്രിക് മോണോപോൾസ് നമുക്കൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് മാഗ്നറ്റിക് മോണോപോൾസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ പ്ലേസ്. മാഗ്നറ്റിക് ഇപ്പം നോർത്ത് പോൾ മാത്രം നമുക്കൊരു ഇമാജിനറി വോളത്തിനുള്ളിൽ കൊണ്ടുവെക്കാൻ പറ്റില്ല. നോർത്ത് പോൾ മാത്രം വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പറയാം നോർത്ത് പോൾ വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ ദി നെറ്റ് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ എ വോളിയം ഷുഡ് നോട്ട് ബി സീറോ ഇൻ എവറി ടൈം. സീറോ ആവണമെന്നില്ല എന്നൊക്കെ പറയാം. ബട്ട് നോർത്ത് പോൾ ക്യാൻ ബി, നമുക്ക് ഒരു മാഗ്നറ്റിക് മോണോപോൾ മാത്രം ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാൻ പറ്റില്ല. ഓർ you can say that magnetic monopoles don't exist. ഇത് നിങ്ങൾ എക്സാമിന് എഴുതിയ കാര്യമാണ്. സോ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ this is the Maxwell derivation of Maxwell's first and second equation. Equation of continuity ആദ്യം പഠിച്ചു, മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷന്റെ ഡെറിവേഷൻ പഠിച്ചു. എന്താണ് പഠിച്ചത്? മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഇസ് ജസ്റ്റ് അനദർ റെപ്രസെന്റേഷൻ ഓഫ് ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് പറയുന്നത്? just another mathematical representation, or del dot d or del dot b equal to rho by epsilon 0. അതാണ് Gauss's first law. But sorry, Maxwell's first equation. Maxwell's second equation is the just another same concept behind the Gauss's law in magnetic flux. Gauss's law in magnetic എന്താണ് പറയുന്നത്? Net flux enclosed by a closed surface equal to 0. This the Maxwell's second equation is the same concept or equation which represents that concept or that fact in the terms of divergence of magnetic field vector B. അതായത് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡൈവേർജൻസിന്റെ ടേംസിൽ ആ കൺസെപ്റ്റ് നമ്മളോട് പറയുന്ന ഇക്വേഷൻ ആണ് മാക്സ്വെൽസ് സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, സോ ഒരു ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് മാക്സ്വെൽസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മാത്സ് മാത്രം പഠിച്ചാൽ പോരാ, ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇതിന്റെ അർത്ഥം. അതായത് ഡെൽ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ്? നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോഡൈനാമിക്സ് അല്ലേ, ആ ചാർജുമായിട്ട് എന്താണ്, ആ ചാർജ് എവിടെ പോകുമ്പോഴാണ് സംഭവിക്കുക? അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് മാത്സ് പഠിച്ചു മറന്നു, അതുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മാക്സ്വെല്ലിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഡെറിവേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് ബേസിക് ഇക്വേഷൻ ആണ്. വെക്ടർ കാൽക്കുലസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. എക്സാമിന് ഈ മൊഡ്യൂൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. സോ പഠിക്കുമ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ അറ്റൻഡൻസ് പറയാം. 1 2 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26